ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റിലേക്ക് സ്വാഗതം. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കാരമൽ ബ്രെഡ് പോപ്കോൺ ഇന്ന് നമുക്ക് ഉണ്ടാക്കിയാലോ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. ഈ ബ്രെഡ് പോപ്കോൺ ഉണ്ടാക്കുവാൻ ആവശ്യമായ സാധനങ്ങൾ: 3 കഷ്ണം ബ്രെഡ്, 1/2 കപ്പ് പാല്, 25 ഗ്രാം ബട്ടർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവയാണ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ സ്ലൈസ് ബ്രെഡും ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇപ്പം മുഴുവൻ ബ്രെഡും ഞാൻ ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ ബ്രെഡ് കഷ്ണങ്ങളും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ബ്രെഡിൻ്റെ കളറൊക്കെ മാറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബ്രെഡ് നന്നായി ഒന്ന് മുരിഞ്ഞു വരുന്നവരെ നമുക്കതങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ബ്രെഡിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിനാവശ്യമായ കാരമൽ നമുക്ക് തയ്യാറാക്കാം. അതിനായി എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ അലിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് അതിൻ്റെ കളറ് മാറാൻ തുടങ്ങും. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ബ്രൗൺ കളറിലേക്ക് മാറി. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പാല് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1 മിനിറ്റോളം നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. ഇപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാ കഷ്ണങ്ങളിലും കാരമൽ പറ്റുന്ന രീതിയിൽ വേണം നമുക്കത് ഇളക്കി യോജിപ്പിക്കാൻ. ഇപ്പോൾ എല്ലാ ബ്രെഡ് കഷ്ണങ്ങളിലും കാരമൽ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് വേർതിരിച്ച് ഓരോന്നോരോന്നായിട്ട് മാറ്റിയിട്ട് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കാരമൽ ബ്രെഡ് പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.